ये जो हाल है सवाल है कमाल है जाने ना दिल माने ना Come on, party! Put your hands together, party! നമ്മുടെ മ്യൂസിക് ബാൻഡിലെ കിടിലൻ പെർഫോമേഴ്സ് നടത്തിയ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസുകളാണ് നിങ്ങൾ ഇവിടെ കണ്ടത്. സോ ആ 3 പാട്ടും നിങ്ങൾ എല്ലാവരും ഡാൻസ് ചെയ്തും കൈയടിച്ചൊക്കെ നന്നായിട്ട് ആഘോഷിച്ചെന്ന് എനിക്കറിയാം. സോ വൺസ് അഗൈൻ അവരുടെ ആ ഒരു ബ്യൂട്ടിഫുൾ സ്പെക്ടാക്കുലർ പെർഫോമൻസിന് നല്ലൊരു കൈയടി മണപ്പുറം ഫാമിലിയുടെ മുഴുവൻ സ്നേഹവും കാണിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്. ഇനിയും നിങ്ങളുടെ ഇടയിൽ നിന്നും മറ്റൊരു താരം ഈ വേദിയിലേക്ക് നല്ലൊരു ഡാൻസുമായിട്ട് കടന്നു വരികയാണ്. ജിഷയുടെ മകളായ അലീന ബിജോയ്. So put your hands together to welcome Alina Bijoy for her wonderful performance. Thank you. తనన ధీం తధీం తధీం తన తనన ధీం తధీం తధీం తన ధీం తన వయసు జాలమోబలేదుర మరులుగొన్న చిన్న దానిర అనువు బాధ తీర్చరావెర రావెరా సల 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 రగిలిన పరువపు సొద ఇది తడిబుడి తడిబుడి తపనల స్వరమిది నడయాడు తొలి స్వప్నమో విరహపు వ్యథలను వినవా ఈ తడబడు తనువును కనవా మగువల మనసులు తెలిసి నీ వలపును మరచుట సులువా ఇది కనివిని ఎరుగని మనసుల కలయిక సరసకు పిలిచితి విరసము తగదిగా జిగి బిగి సొగసు
വിസിരി മെരുപൊലു മെരിയകരാ താം തരകട ധീം തരകട തോം തരകട നം തരകട തത്ത തരകട ദിത്തി തരകട തോം തോം തരകട നം നം തരകട താ ധീം തോം നം ഛം ഛം താ ധീം തോം നം ഛം ഛം തക്കിട ദിക്കിട തോക്കിട നം കിട തക തരകട തക തത്ത തലാം തോം തത്ത തലാം തോം തകടി തലാം തോം തളാംഗു തകജം തദീം തനകജം തളാംഗു തകജം തദീം തനകജം. താങ്ക് യു സോ മച്ച്. ഇനി ഈ വേദിയിൽ വളരെ മനോഹരമായ ഒരു ചടങ്ങ്, നിങ്ങൾക്ക് ഏവർക്കും ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു സമ്മാനം കൈമാറലാണ് നടക്കാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, മണപ്പുറം പ്രൊഫഷണൽ അക്കാദമിയുടെയും മണപ്പുറം കമ്പ്യൂട്ടർ അക്കാദമിയുടെയും മണപ്പുറം മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരിശീലന കേന്ദ്രത്തിൻ്റെയും പ്രമോഷനുകളിൽ ഒരു കൊച്ചു സുന്ദരിയുടെ മുഖം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അറിയോ? യെസ്, ഷീസ് നൺ അതർ ദാൻ ആതിര രമേശ്. മാക്കോമിലെ HR വിഭാഗത്തിലെ AGM-ആയ ശ്രീമതി അമ്പിളി സുരേഷിൻ്റെയും ശ്രീ സുരേഷിൻ്റെയും മകളാണ് കുമാരി ആതിര. സോ ആതിരയ്ക്ക് മണപ്പുറം ഫാമിലിയുടെ പേരിൽ ഒരു സമ്മാനം, ഒരു സ്നേഹ സമ്മാനം നൽകാൻ വേണ്ടി നമ്മൾ ഈ വേദി ഇപ്പോൾ യൂട്ടിലൈസ് ചെയ്യാണ്. സോ ആ സമ്മാനം നൽകുന്നതിന് വേണ്ടി I would like to welcome our dear chairman ശ്രീ VP Nandakumar onto the stage. With a big round of applause, let's welcome Sri VP Nandakumar onto the stage to give away this token of our love and appreciation to Adira. So ഈ ഒരു സമ്മാനം നൽകുന്നതിന് മുൻപ് ആതിരയുടെ ഒരു പ്രൊഫൈൽ നമ്മൾ ഈ വാളിൽ കാണുകയാണ്. സോ പ്ലീസ് ടേക്ക് എ ലുക്ക് അറ്റ് ദിസ് വീഡിയോ. സോ ഇതാണ് ആ കൊച്ചുമിടുക്കി. ക്യാഷ് പ്രൈസും മെമന്റോയുമാണ് നമ്മൾ സമ്മാനമായി നൽകുന്നത്. ശ്രീ VP നന്ദകുമാർ സാർ ആദരയ്ക്ക് ആ സമ്മാനം കൈമാറുകയാണ്. നല്ലൊരു കൈയ്യടി കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും സന്തോഷത്തോടു കൂടി Thank you so much, sir. Thanks for being here. So after that beautiful ceremony on stage, അടുത്തതായി മനോഹരമായ ഒരു ഗാനമാണ്. So ആ ഒരു ഗാനത്തിന് വേണ്ടി I would like to welcome Adira and Rahul onto the stage.
രാത്രി എന്നെ കാത്തിരിക്കേ തെക്കേ തോടിക്കരികിൽ കാലൊച്ച തിരിച്ചറിഞ്ഞു അരികിൽ വന്നെതിരേറ്റു നീ ഉളുമാടൻ പൂമ്പട്ട് വിരിച്ചു വെച്ചു മണിമാരൻ ഈ രാവിൽ ഇതു പകരം തരും നിന്നെ കെട്ടിപ്പിടിച്ചു ഞാൻ ചെന്തളെ ചുണ്ടത്ത് മുത്തം തരും ഒരു കൃഷ്ണ തുളസിപ്പു നുള്ളി മൂടിത്തുമ്പിൽ ചാത്തി തരും ദൂരെ കിഴക്കുതിക്കും മാണിക്ക് ചെമ്പഴുക്ക ഞാനെന്നെടുത്തു വെച്ചേ എന്റെ വീട്ടിലെ തമ്പലത്തിൽ ദൂരെ കിഴക്കുതിക്കും മാണിക്ക് ചെമ്പഴുക്ക ഞാനെന്നെടുത്തു വെച്ചേ എന്റെ വീട്ടിലെ തമ്പലത്തിൽ ദൂരെ കിഴക്കുതിക്കും മാണിക്ക് ചെമ്പഴുക്ക. Thank you. Thank you, Asha and Rahul, for that wonderful song. Ladies and gentlemen, നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഇപ്പോൾ മണപ്പുറത്ത് നിങ്ങൾ എല്ലാവരും വർക്ക് ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സ്ട്രെസ് ജീവിതത്തിൽ ഉണ്ടാവും, ഒരുപാട് ടെൻഷൻസ് ഉണ്ടാവും. സോ ജസ്റ്റ് ഇമാജിൻ നിങ്ങളുടെ ഈ ടെൻഷൻ നിറഞ്ഞ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കുറച്ച് സമയം മനോഹരമായ ഒരു വേണുഗാനം കേട്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം റിലാക്സിങ് ആയിട്ടുള്ള ഒരു തെറപ്പിയും നിങ്ങൾക്ക് തരാൻ പറ്റിയെന്ന് വരില്ല. സോ ഈ ഒരു ദിവസത്തിൽ ഒരു ബ്യൂട്ടിഫുൾ ഫ്ലൂട്ട് പ്രസന്റേഷനുമായി ഈ വേദിയിലേക്ക് വരുന്നത് TS തങ്കപ്പനാണ്. സോ തങ്കപ്പൻ സാറിനെ ഏറ്റവും സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തിന്റെ മനോഹരമായ വേണുഗാനത്തോടൊപ്പം. പ്ലീസ് ഡു എൻജോയ്.
മണപ്പുറം 2015 മണപ്പുറം ഡേ 2015 നമ്മളിവിടെ ഏറ്റവും ആഘോഷപൂർവ്വം വളരെ സന്തോഷത്തോടുകൂടി സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ മണപ്പുറത്തിന്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സും ഇവിടെ ഒരുമിച്ച് ഒരേ എനർജിയിലാണ് ഗ്യാദർ ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഒരു വേദിയിൽ നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്, മിമിക്രി ഇഷ്ടമുള്ള എത്ര പേരുണ്ട് തൃശ്ശൂര്? മണപ്പുറം ഫാമിലിയില് എത്ര പേരുണ്ട്? എല്ലാവർക്കും അറിയാം, മിമിക്രി രംഗത്ത് നിന്നും ഒരുപാട് കലാകാരന്മാർ മലയാള സിനിമയിലേക്ക് വന്നിട്ടുണ്ട്. എന്താ പറയാ, നമുക്ക് ഒരുപാട് അസറ്റ്സ് ആയിട്ടുള്ള ഒരുപാട് നല്ല കലാകാരന്മാരും മിമിക്രി ആർട്ടിസ്റ്റുകളുണ്ട്. സോ എന്നും മലയാളികൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു നല്ല കലാരൂപമാണ് മിമിക്രി. സോ ഈ ഒരു വേദിയിൽ ഇനി ഞാൻ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ മണപ്പുറത്തിന്റെ അഭിമാനമായ ഒരു കലാകാരൻ നാളെ സിനിമ നടനാവോന്ന് അറിയില്ല, കാരണം ഒരുപാട് മിമിക്രി ആർട്ടിസ്റ്റുകൾ പല രീതിയിൽ വന്ന് സിനിമാക്കാരായിട്ടുണ്ട്. സോ നൗ ഇറ്റ്സ് ടൈം ടു വെൽക്കം our own comedian അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം മിമിക്രി ആർട്ടിസ്റ്റ് in house, none other than Mr. സാജിദ്. നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് let's welcome മണപ്പുറത്തിന്റെ സ്വന്തം സാജിദ് onto the stage. മലയാള സിനിമയെ വീണ്ടും പ്രതിസന്ധിയിലാക്കിയ വ്യാജ സിഡിയെ കുറിച്ച് മലയാള സിനിമാ താരങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം. പേഴ്സണലായിട്ട് പറയാ, നീ കുറെ നാളായാലോ പേഴ്സണലായിട്ട് പറയാൻ തുടങ്ങിയിട്ട്. അതെന്താണ് നിനക്ക് പബ്ലിക്കായിട്ട് പറഞ്ഞ? നീ പബ്ലിക്കായിട്ട് പറയട ചെക്ക, വെറുതെ രസയോടാ നിന്റെ കളി. എന്ന് ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം സൂസി എന്നോട് പറഞ്ഞു, സീഡിയും കൊണ്ടേ തിരിച്ചു വരാവൂ എന്ന്. സീഡി കിട്ടിയില്ലെങ്കിലും ഒരു ബീഡിയെങ്കിലും വലിച്ചോണ്ട് പോകാൻ പറ്റിയാൽ മതിയായിരുന്നു. 10-12 വർഷം സൈബർ സെല്ലിനെ മൊത്തം ബണ്ടന്മാരാക്കിക്കൊണ്ട് അപ്ലോഡും ഡൗൺലോഡൊക്കെ ചെയ്യുന്ന ഈ വ്യാജന്മാരെ പിടിക്കാൻ ഇവിടെ ആരും ഇല്ലടേ. എട്, നീയാണല്ലേ വ്യാജ സിഡി അപ്ലോഡ് ചെയ്യുന്ന അലവലാതെ ഷാജി? എടാ, നിന്നെ ഞാൻ എടുക്കട സിഡി. എടാ, എടുക്കാനാണ് പറഞ്ഞത്. എടാ, എടുക്കാൻ. അയ്യടാ പാപ്പ, ഇത് ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഡൗൺലോഡ് ചെയ്തെടുത്ത ഷീഡിയാണ്. ഈ ഷീഡ് നീ കൊണ്ടുപോയാൽ നിനക്ക് വാട്സപ്പിൽ മെസ്സേജ് കിട്ടാതെ, എല്ലാ ഗ്രൂപ്പിൽ നിന്നും നിന്നെ ചവിട്ടി പുറത്താക്കി, പടിയടച്ച് പിണ്ടം വെച്ച്, ഫേസ്ബുക്കിൽ ലൈക്ക് കിട്ടാതെ, ഒരു കമൻസ് പോലും കിട്ടാതെ, നിന്റെ മനസ്സുരടിച്ച് തലമൊട്ടയടിച്ച് നീ ഭ്രാന്തരായി പോകും. വേണം. ഹലോ ബ്രോ, എന്താണ് ഈ വ്യാജ സീഡ്? എന്താണ് ഈ അപ്ലോഡും ഡൗൺലോഡും ഒക്കെ? C4 cat D4 dance. Sell me the വ്യാജ സീഡ്. ദേ വന്നു ദേ പോയി, മരണമാസ് കൊലമാസ്, ഇതിൻ്റെയൊക്കെ നേരറിയാൻ CBI തന്നെ വരണം. സിനിമ എന്താണെന്ന് അറിയണമെങ്കിൽ ആദ്യം സംവിധാനം എന്താണെന്ന് അറിയണം, നിർമ്മാണം എന്താണെന്ന് അറിയണം, കഥയും തിരക്കഥയും എന്താണെന്ന്, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അണിയറ പ്രവർത്തകരെ കുറിച്ച്. ഇതൊന്നും അറിയില്ലെങ്കിലും സെൻസർ കോപ്പിയും സെൻസറിങ്ങും എന്താണെന്നെങ്കിലും അറിഞ്ഞിരിക്കാനുള്ള സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം. നേരാ തിരുമേനി, ഈ പച്ചൻ തിയേറ്ററിൽ പോയിട്ടില്ല. മരം വെട്ടുകാരനായിരുന്നു എൻ്റെ അപ്പച്ചൻ്റെ കൺമുമ്പിൽ വെച്ച് എൻ്റെ അമ്മച്ചിയുടെ കൂടെ സെൽഫി എടുക്കാൻ ശ്രമിച്ച ബാർബർ ശശിയുടെ ഐഫോൺ ഒറ്റയേറിന് രണ്ട് തുണ്ടമാക്കിയ എൻ്റെ അപ്പച്ചൻ നാടുവിടുമ്പോൾ അന്ന് സ്ഫടികത്തിൻ്റെ റിലീസാ തിരുമേനി. തീർന്നില്ല തിരുമേനി, വ്യാജ സീഡി തുടങ്ങാൻ കമ്പ്യൂട്ടറും സീഡിയും നെറ്റെടുക്കാനൊക്കെ പണിതുന്നത് പള്ളിയും പട്ടക്കാരും നല്ല തിരുമേനി ഒരു മുഴുവൻ പ്രാന്തനാ. അതിൻ്റെ സ്മരണയിലാ തിരുമേനി ഞാൻ ഇന്നും ബ്ലാക്കിന് ടിക്കറ്റ് വിളിക്കുന്നത്. പോടോ പുല്ല്, നിന്റെ ഒപ്പനോടോ ബ്രദർ. നീ ഔട്ട് സ്പോക്കൺ ആണെങ്കിൽ ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷാടാ. കോളേജിലേക്ക് ചേർക്കാൻ എന്നെയും കൊണ്ടുപോയതാ. അപ്പോഴവിടെ ഇരിക്കുന്ന തെണ്ടികൾ പറഞ്ഞ് സ്കൂളിൽ പോകാത്തവരെ കോളേജിൽ എടുക്കില്ലത്. എനിക്കിപ്പം വിമൽ സാറിൻ്റെ ക്ലാസ് ഉണ്ട്. ആ തെണ്ടിയാണ് ഈ തെണ്ടി. വ്യാജ സിഡി സിമ്പിൾ, വളരെ സിമ്പിളാണ്, പവർഫുൾ, ഭയങ്കര പവർഫുൾ ആണല്ലേ. ലാലിന് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ?
മനസ്സിലായതിൽ പറയണം കേട്ടോ. പിന്നെ റോബസ്റ്റ് കൂവി വിളിക്കാനോ ഡാൻസ് ചെയ്യാനോ വന്നതല്ല, കാണാൻ വേണ്ടി ആസ്വദിക്കാൻ വേണ്ടി വന്നതാ. സമ്മതിക്കില്ല നീ. തിയേറ്ററിൽ ചെന്ന് മാത്രം സിനിമ കാണുന്ന ഒരു സാധാ പ്രേക്ഷകനാടാ ഞാൻ. എൻ്റെ കാലിന് താഴെ ഇപ്പോ വ്യാജ സീഡുകളാ. ചെവിട്ടി തകർക്കും ഞാനിത്. അവൻ ചെവി തറക്കുന്നതിന് മുമ്പ് അടിച്ചവന്റെ കാലൊടിക്കണേ. അവരവിടെ ചെന്ന് നിറഞ്ഞപ്പോ എന്റെ മനസ്സൊന്ന് പിടഞ്ഞു. അത് മനസ്സിലാവണമെങ്കിൽ താനൊരു അപ്പനാവണം, അപ്പച്ചനമാണോ? ഓ, കാലൊടിക്കാൻ വരട്ടെ, അതിനു മുമ്പ് എനിക്ക് ഒരാളോട് ചോദിക്കണം. പവിത്ര, അതിമോഹമാണ് പോലെ ദിനേശ, അതിമോഹം. എൻ്റെ സിനിമയുടെ വ്യാജ CD ഇറക്കാമെന്ന മോഹം, അത് തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെടുമ്പോൾ നീ വാ. പഴയ സിനിമയുടെ 2-3 CD തരാം. കൊണ്ടുപോയി കണ്ട് ആശ തീർക്കാം. നിനക്ക് ആശ തീർക്കാം. 6 വർഷത്തെ ഇടവേള കഴിഞ്ഞ് എന്ത് ചൂടം വന്നിരിക്കുന്നു. പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ച് പഠിപ്പിക്കാൻ. നീ പോടാ ദിനേശ. ഇന്ദുചൂടാ, കൂട്ടിക്കടിച്ചെടുക്കുമ്പം ലാഭം എനിക്കാ, വിജയം എൻ്റെതാടാ. ഇന്ന് മണപ്പള്ളി മാധവൻ നമ്പ്യാർ തിയേറ്റർ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങുണ്ട്, വന്ന് നീ ഒന്ന് കാണ്. അന്ന് ടിക്കറ്റ് എടുക്കാതെ കയറിയതിന് നീ എന്നെ പുറത്താക്കി. അന്ന് നീ CD തരാം, കാസറ്റ് തരാമെന്ന് വീരസ്യം പറഞ്ഞു എന്നെ കളിയാക്കി. ഇന്ന് നിന്റെ കാലം ഇവിടെ എത്തിച്ചു. അല്ല, ഈ ഞാൻ തന്നെ. നീ കേൾക്കുന്നില്ലടാ ഇന്ദുചൂടാ. പവിത്ര, ഇടഞ്ഞ കോമ്പന്റെ കൃഷ്ണമണിക്ക് തോട്ടി കയറ്റി കളിക്കാൻ കേറിപ്പോടാ പട്ടി. കയറിപ്പോവാനാണ് പറഞ്ഞ് പ്രതികാരം ചെയ്യാനോ കണക്ക് തീർക്കാനോ ആണെങ്കിൽ അതിന് പറ്റിയ സന്ദർഭം ഇതല്ല. അങ്ങയോട് എനിക്ക് എന്ത് പ്രതികാരമാണ് സാർ? അങ്ങ് ഉദ്ദേശിച്ചത് എൻ്റെ അപ്പച്ചൻ ദേവസിയുടെ പഴയ കണക്ക് പുസ്തകമാണെങ്കിൽ അങ്ങേക്ക് തെറ്റി. അതിനുവേണ്ടി ആന്റണി പുന്നക്കാടൻ ഈ നിമിഷം വരെ കാത്തിരിക്കേണ്ടിയിരുന്നില്ല. ആവാമായിരുന്നു ഇതിനു മുൻപ്. വ്യാജ CD പോയിട്ട് ഒരു സിനിമ പോലും കാണാത്ത എൻ്റെ അപ്പച്ചൻ പറഞ്ഞ വാക്കന്ന് അങ്ങ് ചെവി കൊണ്ടിരുന്നെങ്കിൽ പ്രതിസ്ഥാനത്ത് എൻ്റെ അപ്പച്ചന് പകരം അങ്ങയുടെയും മകൻ മാധവനാകുമായിരുന്നു. ഐ ആം നോട്ട് എ മാധവൻ, തവാൻ. അമ്മാമേ ഇത് ഞാൻ തെളിയിക്കും, അമ്മാമേ തെളിയിക്കും. ഇത് വ്യാജ CD അല്ലെന്നും ഇത് അമ്മാമ ഉദ്ദേശിച്ച മറ്റേ CD അല്ലെന്നും ഞാൻ